Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കൊളോസ്ട്രിയൽ ടൈറ്റൻ അതാണെങ്കിൽ ഇപ്പൊ ആ ഗേറ്റ് തകർത്ത് മുഴുവൻ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ അവൻ മാത്രം പിന്നോട്ട് പോവാതെ അവന്റെ മുൻപിലേക്ക് വരും. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊളോസ്ട്രിയൽ ടൈറ്റൻ നീ ഇപ്പോ എന്റെ കൺമുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് നിന്നോട് പ്രതികാരം വീട്ടാനുള്ള സമയം അതിതാണെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവർ സ്ക്വാഡും ആയുധങ്ങളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അതേസമയം ആ ഒരു ടൈറ്റൻ ആണെങ്കിൽ ആ മതിലൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അകത്ത് കടന്ന് അവിടെയുള്ളവരെ എല്ലാവരെയും ഭക്ഷിക്കുക. അതാണ് ആ ടൈറ്റന്റെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. ഹീറോയ്ക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, മറ്റുള്ള ടൈറ്റനെ പോലെയല്ല ഇത് വളരെയധികം ബുദ്ധിമാനാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അതിന്റെ കയ്യിലൂടെ ചാടി വന്ന് അതിന്റെ തൊട്ടു പുറകിലെത്തി കഴുത്ത് വെട്ടാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം എന്തോ ഒരു ദ്രാവകം അത് പുറത്തേക്ക് വരും. ഹീറോയ്ക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും അതിനിടയിലൂടെ പോയി അവൻ ആ കഴുത്ത് വെട്ടാൻ ശ്രമിക്കുന്ന അതേ നിമിഷം അതാണെങ്കിൽ ഇൻവിസിബിൾ ആയി പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഉടനെ റിന്നാണെങ്കിൽ അവനോട് വിളിച്ചു ചോദിക്കും, പറ്റി എന്താ സംഭവിച്ചേ, നീ അതിന്റെ കഴുത്ത് വെട്ടി ഇല്ലാതാക്കിയോ? അതിന് ഹീറോ പറയും, ഇല്ല, 5 വർഷം മുൻപ് സംഭവിച്ചതുപോലെ തന്നെ അവൻ ഇൻവിസിബിൾ ആയി രക്ഷപ്പെട്ടു പോയി. ഹീറോ ആണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കും, ഐ എം സോറി, എനിക്കതിന് കഴിഞ്ഞില്ല. അതിന് ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ഹീറോയോട് പറയും, നീ എന്തിനാ ക്ഷമ പറയണേ, ഞങ്ങളെ കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല, പക്ഷെ നീ ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞെന്ന് പറയും. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഓഫീസർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എത്രയും വേഗം ഈ കാര്യങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഗേറ്റ് തകർന്നിരിക്കുകയാണ്, അത് പഴയതുപോലെ ആക്കിയിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകാനായിട്ട് ആരംഭിക്കും. പാൾട്രോപ്സ് വില്ലേജിലാണെങ്കിൽ ഇപ്പോ വലിയ രീതിയിൽ ബെല്ലൊക്കെ മുഴങ്ങി ജനങ്ങളെല്ലാവരും പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഇവിടെ കോപ്സ് ആണെങ്കിൽ ടൈറ്റൻസ് ആണെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട സർവേ കോപ്സ് ആണെങ്കിൽ ഇപ്പോ അവരുടെ അറ്റാക്കിങ് ആരംഭിക്കും. വലിയ വലിയ മിസൈലുകളും അതുപോലെ തന്നെ കളൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. സർവേ കോപ്സ് ആണെങ്കിൽ അവരുടെ സ്ക്വാഡൊക്കെ എടുത്ത് ഇപ്പൊ അവറ്റകൾക്ക് നേരെ ഇറങ്ങിച്ചാടും. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ആ പോലീസ് സ്ക്വാഡിനോടും പുറത്തേക്ക് യുദ്ധത്തിനായി വരാനായിട്ട് ആവശ്യപ്പെടും. സമയം മറ്റൊരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന കപ്പിൾസ് അവരാണെങ്കിൽ പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് വരും. അവൾ കാണും. ഹീറോ ആണെങ്കിൽ മഞ്ഞമുടി പയ്യനെ ആശ്വസിപ്പിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിനവൻ പറയും, നമ്മളെ കൊണ്ട് ആ ഒരു മതിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ ടൈറ്റൻസുകളെല്ലാം തകർത്ത് ഇവിടേക്ക് വരും. ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും അതില്ലാതാക്കും. ഒടുവിൽ മനുഷ്യര് അവരാരും തന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭയന്ന് വിറക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് അവനെ ആശ്വസിപ്പിക്കും. മനുഷ്യരിപ്പോ പഴയതുപോലെയല്ല, അവറ്റകളെ കൊഴിഞ്ഞും കൂടുതൽ പവർ അത് മനുഷ്യർ കൊട്ടെന്ന് പറയും. കട്ട് ചെയ്ത കൊളോസിയൽ ഗ്രാമത്തിലേക്ക് ഇപ്പൊ ആ ഒരു ടൈറ്റൻസ് കടന്നു വരികയാണ്. ഇവിടെ രാജാവും ആളുടെ അസിസ്റ്റൻസും ഇതൊന്നും അറിയാതെ ചതുരംഗം കളിക്കുമ്പോഴായിരിക്കും ഒരു സർവേ കോപ്സിലെ സോൾജിയർ അവിടേക്ക് ഓടി വരിക. കോസ്റ്റൽ നഗരത്തിലേക്ക് ആ ടൈറ്റൻ അതെത്തിക്കഴിഞ്ഞു. എത്രയും വേഗം അത് ഇവിടേക്ക് എത്തും. സോ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പോയേ പറ്റും. രാജാവും ആളുടെ കിങ്കരന്മാരും ആ ഒരു വാർത്ത കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ക്യാഷ്ലായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. രാജാവാണെങ്കിൽ ടെൻഷനാവും. ഇത്രയും വലിയ ഒരു അൺഫോർച്യൂനേറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുമ്പോൾ നീ പുറത്തേക്ക് പോവാണോ? എല്ലാ കമാൻഡേഴ്സിനെയും വിളിച്ച് എനിക്ക് ഇത്രയും വേഗം പ്രൊട്ടക്ഷൻ തരണം. അതിനാ കമാൻഡർ പറയും, പുറത്ത് സർവേ കോപ്സിലെ സോൾജിയേഴ്സും പോലീസും എല്ലാവരും ആ ടൈറ്റൻസുമായിട്ട് പോരാടുകയാണ്, എനിക്ക് അവിടേക്ക് പോയി അവരെ സഹായിക്കണം. അലിയടകിയ രാജാവാണെങ്കിൽ അടിച്ചു പറയും, ചതുരംഗത്തിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത നീയാണോ അവിടേക്ക് പോയി അവറ്റകളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്, എല്ലാ സോൾജിയേഴ്സിനെയും അടുക്കലേക്ക് കൊണ്ടുവന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ താ. കമാൻഡറാണെങ്കിൽ ഇപ്പൊ കിങ്ങിനെ സമാധാനിപ്പിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനത്തോടുകൂടെ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ എത്രയും വേഗം മടങ്ങി വരുന്നു പറഞ്ഞ് ആളാണെങ്കിൽ അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. ആക്ച്വലി ആ ഒരു ടൈറ്റൻസിനെ പ്രതിരോധിക്കാൻ 2 തരത്തിലുള്ള പീരങ്കികളാണ് ആ മതിലിന് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള പീരങ്കികളാണ്. സോ അതിന്റെ സഹായത്താൽ ആ ടൈറ്റൻസിനെ തകർത്ത് കളയാനായിട്ട് പറ്റും. മറ്റുള്ള പീരങ്കികളാണ് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് പ്രെപ് ഷൂട്ട്, അതുപയോഗിച്ച് അവറ്റകളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിരോധിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തേത് പൊട്ടിത്തെറിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് എയിം ചെയ്യാൻ കഴിയില്ല എങ്കിലും വലിയൊരു പൊട്ടിത്തെറിയിലൂടെ അവറ്റകളെ നശിപ്പിക്കാൻ ഒരുപക്ഷെ ആ ഒരു മിസൈലുകൾക്ക് കഴിഞ്ഞേക്കാം. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ എല്ലാ കോപ്സിനും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഓരോ ടീമുകളും എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റായുള്ള ഇൻഫർമേഷൻ അത് പാസ് ചെയ്യാണ്. അതിനുശേഷം അദ്ദേഹം പറയും, മുൻപിലുണ്ടായിരുന്ന നമ്മുടെ ഫസ്റ്റ് ടീം കോപ്സ് അവരിലാരും ഇപ്പൊ ജീവനോടുകൂടെ ഇല്ല, കുറച്ച് സോൾജേഴ്സ് മാത്രമേ ഇക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് കേട്ട് നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ആ ആർമർ ടൈറ്റൻ എപ്പോ വേണമെങ്കിലും മെയിൻ ഗേറ്റ് തകർക്കാനായിട്ട് ഇവിടേക്ക് വരാം. ജനങ്ങൾ ഒഴിപ്പിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ആ ഒരു ഗേറ്റ് അത് സംരക്ഷിച്ചേ പറ്റൂ. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ചുമതല. അത്രക്കളെ കണ്ട് ആരെങ്കിലും ഭയന്നോടാൻ ശ്രമിച്ചാൽ അവർക്കുള്ള ശിക്ഷ അത് മരണശിക്ഷയായിരിക്കും എന്ന് പറയും. ഉടനെ പേടിയുള്ളവരെല്ലാവരും മാറിയിരുന്ന് കരയാണ്. ഹീറോയെ ആ ഒരു ജിന്നാണെങ്കിൽ ആഞ്ഞിട്ടിക്കും.
ആണെങ്കിൽ അവനോട് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഒരു ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു മതിലുകൾക്കുള്ളിൽ സേഫായിട്ട് ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ. ഇപ്പോൾ എല്ലാം തലകീഴായി മറിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടും. അതിന് ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ ഇങ്ങനെ പേടിച്ചു പോകാനായിട്ട് പാടില്ല. ഓൾറെഡി ട്രെയിനിങ്ങിന്റെ ഇടയിൽ നമ്മൾ മരണം മുഖാമുഖം കണ്ടതാണ്. കുറച്ചുപേര് മരണപ്പെട്ടു, കുറച്ചുപേര് ചെയ്യപ്പെട്ടു പുറത്തേക്ക് പോയി. നീ ഇപ്പൊ പിന്നോട്ട് ഓടിയാലും മരണം അത് വന്നു ഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ മുൻപോട്ടേക്ക് പോയി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും നിനക്ക് നാളെ ആ മതിലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ വാക്കുകൾ കേട്ട് അവനും ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും സ്തംഭിച്ചു പോകും. ആണെങ്കിൽ ഇപ്പൊ ചുന്ദരിപ്പണ്ണിന്റെയും ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവരോട് രണ്ടുപേരോട് അവരുടെ ടീമിലേക്ക് പോകാനായിട്ട് പറയും. ആക്ച്വലി ചുന്ദരിപ്പണ്ണ് ഹീറോയും ഒരു രണ്ടുപേരെയും രണ്ട് ടീമിലായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ചുന്ദരിപ്പണ്ണിനാണെങ്കിൽ ഹീറോയെ വിട്ടുപോകാനായിട്ട് മനസ്സ് വരില്ല. അവനാണെങ്കിൽ ഇപ്പൊ അവളോട് ദേഷ്യപ്പെട്ട് പറയും, നീ പോയേ പറ്റൂ. അവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, എനിക്കതിന് കഴിയില്ല, നിന്നോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഹീറോ അവളോട് പറയും, ഒരു കാരണവശാലും എനിക്കൊന്നും സംഭവിക്കില്ല. ആ ടൈറ്റൻസിന്റെ അന്ത്യം അതെനിക്ക് കുറിക്കണം. സത്യത്തിൽ ചരിത്ര രേഖകളിൽ പോലും ടൈറ്റൻസിന്റെ ഉത്ഭവം അത് എപ്രകാരമാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോ നമ്മൾ ഇവിടുന്ന് പോയേ പറ്റൂ. നമ്മുടെ മിഷനു വേണ്ടി നമ്മൾ രണ്ടായി പിരിയേണ്ട സമയം ഇതാണ്. എന്തായാലും മരിച്ചു പോകില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോകും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ടൈറ്റൻസിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളോട് എല്ലാവരോടായിട്ട് പറഞ്ഞു കൊടുക്കും, ടൈറ്റൻസിന് ചിന്തിക്കാനോ ബുദ്ധിപരമായ കാര്യങ്ങൾ നിൽക്കാനോ ഉള്ള കഴിവുകളില്ല. മാത്രമല്ല അവറ്റകൾക്ക് പ്രത്യുൽപാദന അവയവങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവറ്റകൾ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നതെന്ന് എവിടെയും ആർക്കും തന്നെ അറിയില്ല. ഭൂരിഭാഗം ടൈറ്റൻസും കാണാൻ മെയിലിനെ പോലെയാണ്. പക്ഷേ അവറ്റകളുടെ പ്രധാന ഇര അത് മനുഷ്യർ മാത്രമാണ്. മറ്റൊരു ജീവജാലങ്ങളെയും അവറ്റകൾ ആക്രമിക്കാറില്ല. അവരുടെ ബോഡിയിലെ താപനില അത് വളരെയധികം കൂടുതലാണ്. 100 വർഷക്കാലം മനുഷ്യരെ ഭക്ഷിക്കാതെ അവറ്റകൾ ജീവിച്ചതാണ്. അതിനർത്ഥം അവരുടെ നീടോ ഭക്ഷണോ അല്ല മനുഷ്യർ. മറ്റെന്തിനു വേണ്ടിയാണ് അവറ്റകൾ മനുഷ്യരെ നശിപ്പിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈറ്റൻസിന് റീജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇത്രയും വർഷക്കാലവും മനുഷ്യർ എന്തൊക്കെ വെപ്പൻസ് ഉപയോഗിച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടും അവറ്റകളെ പൂർണ്ണമായിട്ടും മനുഷ്യകുലത്തിന് നശിപ്പിക്കാൻ കഴിയാത്തത്. നിമിഷ നേരങ്ങൾ കൊണ്ട് അവറ്റകൾക്ക് നഷ്ടപ്പെട്ടു പോയ ബോഡി പാർട്സ് അത് റീജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത് കേട്ട് കുട്ടിയാണെങ്കിൽ കൈ ഉയർത്തി ഇപ്പോ അവരുടെ മാസ്റ്ററിനോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ടൈറ്റൻസിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണോ മാസ്റ്റർ പറയണേ? അതിന് മാസ്റ്റർ പറയും, അല്ല, അവറ്റകളെ നശിപ്പിക്കാൻ കഴിയും. മാസ്റ്റർ ആണെങ്കിൽ ടൈറ്റന്റെ ഒരു ചിത്രം ബോർഡിൽ വരച്ച് അവറ്റകളുടെ കഴുത്തിന്റെ പിൻഭാഗത്തായി ഒരു റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഈ ഭാഗത്ത് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയാണെങ്കിൽ അവറ്റകളെ കൊണ്ട് റീജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ടൈറ്റൻസുകളെ തകർക്കാനായിട്ട് ഈ ഒരു ബ്ലേഡ് അത് നിങ്ങളെ സഹായിക്കുന്നു പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ഒരു ബ്ലേഡ് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടൈറ്റൻസ് നിൽക്കുന്ന ഭാഗത്തേക്ക് ായിട്ട് കുതിച്ചു പായാണ്. അവരുടെ അടുത്താണെങ്കിൽ ഇപ്പോ ഒരു കോപ്സ് പോലും ഇല്ല. നമ്മുടെ ആൾക്കാരാണ് ഇനി അവറ്റകളുമായിട്ട് ഏറ്റുമുട്ടാനുള്ളത്. നമ്മുടെ ആൾക്കാരങ്ങനെ മുൻപോട്ടേക്ക് കടന്നു വരുമ്പോൾ ഹീറോ ആ കാര്യം റിയലൈസ് ചെയ്യും. ഞാൻ ചിന്തിച്ചതിലും വളരെയധികം സിറ്റുവേഷൻ മോശമാണ്. അടുത്ത നിമിഷം ഒരു ടൈറ്റൻ ആണെങ്കിൽ അവരുടെ മുൻപിലേക്ക് ചാടും. അവരാണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ വെട്ടിത്തിരിഞ്ഞ് ഓരോ ഭാഗത്തേക്ക് പോവുമെങ്കിലും പക്ഷെ എന്താ, കൺട്രോൾ പോയ തോമസ് ആണെങ്കിൽ ആ ടൈറ്റന് മുൻപിലേക്ക് വീഴും. ഞൊട്ടിയിടയിൽ ആ ഒരു ടൈറ്റൻ ആണെങ്കിൽ ഇപ്പോ തോമസിനെ കടിച്ചു പറിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് വലിയ ഇളകി ആ ടൈറ്റനെ നശിപ്പിക്കാനായിട്ട് അങ്ങനെ എടുത്ത് ചാടി വരും. ആ ഗ്യാപ്പിൽ മറ്റൊരു ടൈറ്റൻ ഇപ്പൊ ഹീറോയുടെ കാല് അത് കടിച്ചു പറിച്ചെടുക്കും. വേദന കൊണ്ട് ചോര തുളുമ്പി അവൻ തെറിച്ചുപോയി വലിയ ബിൽഡിങ്ങിന്റെ മേൽക്കൂരയിൽ അടിച്ചു വീഴും. ടൈറ്റൻസ് ആണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ കോപ്സുകളെ അറ്റാക്ക് ചെയ്യാണ്. ഒരു പെൺകുട്ടിയെ ടൈറ്റൻ അടിച്ചിട്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ അങ്ങനെ തൂക്കിയെടുത്ത് കടിച്ചു മുറിച്ച് തിന്നുകയാണ്. ബാക്കിയുള്ളത് ഇനി നമ്മുടെ അഞ്ഞമുടിയൻ അർവിനാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ നിമിഷം ഒരു ടൈറ്റൻ ആണെങ്കിൽ അവന്റെ തൊട്ടടുത്തേക്ക് വരും. അവന് കണ്ണുകളല്ലാതെ മറ്റ് അവന്റെ ശരീരഭാഗങ്ങളൊന്നും തന്നെ അനക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ടൈറ്റൻ ആണെങ്കിൽ അവൻ ഉയർത്തിയെടുത്ത് അവന്റെ ടൈറ്റന്റെ വായിലേക്ക് ഇടുകയാണ്. അവനാണെങ്കിൽ അവസാനമായിട്ട് ഇപ്പൊ ഹീറോയുടെ പേര് വിളിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഒരു കാല് നഷ്ടപ്പെട്ട് അവനങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ മഞ്ഞമുടിയും പയ്യനാണെങ്കിൽ ഇപ്പൊ വലിയൊരു ബുക്ക് അത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്റെ ഗ്രാൻഡ് പാ അദ്ദേഹം എനിക്ക് തന്ന ബുക്കാണ്. പുറം ലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, ഇത്തരത്തിലുള്ള ബുക്ക് വായിക്കാനോ കയ്യിൽ വെക്കാനോ പാടില്ല. അങ്ങനെ സംഭവിച്ച ഈ മിലിറ്ററിക്കാര് നമ്മളെ വെറുതെ വിടില്ല. അതിന് മഞ്ഞുമുടി അർവിനാണെങ്കിൽ ഹീറോട് പറയും, ഒരു കാരണവശാലും ഇതാരും അറിയാനായിട്ട് പാടില്ല. ഞാനിതിൽ കുറച്ചു കാര്യങ്ങൾ വായിച്ചു. ഇവിടെ ഈ കാണുന്ന വലിയ ലോകത്തിൽ 1/3 ഭാഗവും സമുദ്രമാണ്. അവിടെ ഉപ്പ് നിറഞ്ഞ വെള്ളമാണുള്ളത്. മഞ്ഞുമുടിയനാണെങ്കിൽ ഇപ്പൊ ഹീറോയായിട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം ആ ബുക്കിലുള്ള ഓരോരോ ചിത്രങ്ങളും കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കും.
ഈ മതിലിന് പുറത്ത് വലിയ വയലുകളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എറിൻ, വലുതാവുമ്പോൾ നമുക്കും ഈ മതിലുകൾക്കപ്പുറത്ത് ആ വിശാലമായിട്ടുള്ള ഭൂമിയിലേക്ക് പോകണ്ടേ? കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും ആ ഒരു ടൈറ്റന്റെ വായ്ക്കകത്തേക്ക് പോകുന്ന നമ്മുടെ മഞ്ഞമുടിയനെ. ഹീറോ ആണെങ്കിൽ അതിന്റെ വായിലേക്ക് ചാടി വന്ന് പുറത്തേക്ക് വലിച്ചിടുകയാണ്. മഞ്ഞമുടിയനാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മഞ്ഞമുടിയൻ ഹീറോയോട് പുറത്തേക്ക് ചാടാനായിട്ട് പറയും. അതിന് ഹീറോ പറയും, ഉറപ്പായാലും ഇങ്ങനെ ഞാൻ മരിക്കില്ല. നീ പറഞ്ഞ ആ വിശാലമായ പുറംലോകം അതെനിക്ക് കാണണമെന്ന് പറയും. പക്ഷേ എന്താ, അടുത്ത നിമിഷം ആ ഒരു വലിയ ടൈറ്റാൻ അതിന്റെ വാ ക്ലോസ് ചെയ്യാണ്. ഒരു കൈ അതങ്ങനെ അറ്റ് പുറത്തേക്ക് തെറിച്ചു പോവും. ദൂരത്തായിട്ട് ചുന്ദരിപ്പണ്ണിനാണെങ്കിൽ എന്തോ ഒരു അപകടം മനസ്സിലായി. ഷോക്കായി തിരിഞ്ഞു നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.